അനുദിന വിശുദ്ധർ മാർച്ച് 3 സിസറായിലെ വിശുദ്ധ മാരിനോസ്. വിശുദ്ധ മാരിനോസ് വിഗ്രഹാരാധകരായിരുന്ന 253 തുടങ്ങി 259 വരെ ഭരിച്ച വലേരിയൻ ചക്രവർത്തിയുടെയും 260 തുടങ്ങി 268 വരെ ഭരിച്ച അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന ഗല്ലിയാനൂസിൻ്റെയും പടയാളിയായിരുന്നു. പടയാളി എന്നതിലുപരി അടിയുറച്ച ഒരു ക്രിസ്ത്യാനിയുമായിരുന്നു വിശുദ്ധ മാരിനോസ്. റോമൻ സൈന്യത്തിൽ ഒരു സെൻറ്റൂറിയൻ്റെ ഒഴിവ് വന്നപ്പോൾ വിശുദ്ധ മാരിനോസും മറ്റൊരു പടയാളിയും അതിനായി അപേക്ഷിച്ചു. വിശുദ്ധ മാരിനോസിനായിരുന്നു പ്രഥമ പരിഗണന ലഭിച്ചത്. ഇത് കണ്ട് അസൂയാലുവായ മറ്റേ പടയാളി സെൻറ്റൂരിയനാകുന്ന വ്യക്തി ചക്രവർത്തിക്കായി ബലിയർപ്പിക്കണമെന്ന നിയമം ചൂണ്ടിക്കാട്ടി. ഇത് കേട്ട രാജാവ് വിഗ്രഹാരാധകരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിജ്ഞ എടുക്കുവാനും അവരുടെ ദൈവത്തിന് ബലിയർപ്പിക്കുവാനും ചക്രവർത്തി വിശുദ്ധനോട് ആവശ്യപ്പെട്ടെങ്കിലും വിശുദ്ധൻ അത് നിഷേധിച്ചു. വിശുദ്ധൻ താനൊരു ക്രിസ്ത്യാനിയാണ് എന്ന കാര്യം തുറന്നു പറയുകയും ബലിയർപ്പിക്കുവാൻ വിസമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് തൻ്റെ മനസ്സ് മാറ്റുവാൻ 3 മണിക്കൂറോളം സമയം നൽകി. എന്നാൽ വിശുദ്ധനാകട്ടെ ആ സമയം മുഴുവനും തിയോടെക്നൂസ് മെത്രാനോടൊപ്പം ദേവാലയത്തിനകത്ത് വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ചിലവഴിച്ചു. 3 മണിക്കൂർ അവസാനിച്ചപ്പോഴും വിശുദ്ധൻ തൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല. ഇതിൻ്റെ ഫലമായി സിസേറിയ ഫിലിപ്പിയിൽ വെച്ച് അതിക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം വിശുദ്ധനെ ശിരച്ഛേദം ചെയ്തു കൊന്നു. മാരിനോസിൻ്റെ പീഡനങ്ങളുടെ സമയത്ത് വിശുദ്ധ അസ്റ്റേരിയൂസ് അവിടെ സന്നിഹിതനായിരുന്നു. വിശുദ്ധൻ്റെ വധം നടപ്പായതിനു ശേഷം വിശുദ്ധ അസ്റ്റേരിയൂസ് തൻ്റെ സെനറ്റർ പദവിയുടെ വിശേഷ വസ്ത്രം അഴിച്ച് നിലത്ത് വിരിച്ച് വിശുദ്ധ മാരിനോസിൻ്റെ ശരീരവും തലയും അതിൽ പൊതിഞ്ഞു കെട്ടുകയും ആ ഭൗതിക അവശിഷ്ടങ്ങൾ തൻ്റെ ചുമലിൽ വഹിച്ചു യഥാവിധം അടക്കം ചെയ്യുകയും ചെയ്തു. ഇപ്രകാരം ചെയ്തതിനാൽ വിശുദ്ധ അസ്റ്റേരിയൂസിനെയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും 260 അദ്ദേഹം ശിരച്ഛേദം ചെയ്ത് വധിക്കപ്പെടുകയും ചെയ്തു.